ഇനി നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമു നമ്മുടെ ചോറ് വീട്ടിലെല്ലാവരുടെയും ഉണ്ടാവല്ലോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് റൈസ് ആണ്. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ചോറുണ്ടാനായിട്ടുണ്ടായിരുന്നത് വൈറ്റ് റൈസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അങ്ങനെ വരയൊക്കെ ഉള്ള അരിയൊക്കെ ഇല്ലേ, അപ്പോൾ ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. ഇവിടെ നമ്മൾ വെള്ളരിയാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് പിന്നെ വേണ്ടത് സബോള വേണം, അതുപോലെ തന്നെ മല്ലിയില, പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി കുനുകുനാന്നരിഞ്ഞത്. എങ്ങനെ അരിഞ്ഞത്? കുനുകുനാന്നരിഞ്ഞത്, ഇവിടെ അങ്ങനെയാണ് പറയുക. പിന്നെ വെളുത്തുള്ളി മുഴുവനോടുകൂടി മതി, തൊലിയൊന്നും കളയണ്ട. പിന്നെ കുറച്ച് കരിവേപ്പില വേണം, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വേണം, കായം വേണം കേട്ടോ. കായം ഞാൻ എടുക്കാൻ മറന്നുപോയി, സോറി. പിന്നെ അതുപോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, പിന്നെ കുറച്ചൊരു 2 ടീസ്പൂണോളം ഒക്കെ കടലമാവും നമുക്ക് ആവശ്യമുണ്ട്. ഇത്ര ആവശ്യമുള്ളൂ. അപ്പോൾ കുട്ടികളെ പറ്റിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ പേരിടണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാനിപ്പോൾ അരിക്കൊണ്ടാട്ടം എന്ന് പറഞ്ഞോട്ടെ, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങളെ ഒരു കാര്യം ചെയ്യൂ, ഇത് ഉണ്ടാക്കി വരുമ്പോൾ സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ